ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീനഗറിലെ നമ്മുടെ ആദ്യത്തെ ദിവസമാണ്. നമ്മളിപ്പോൾ പോകുന്നത് ആദി ശങ്കരാചാര്യ ടെമ്പിളിലേക്കാണ്. ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നതിന് മുന്നേ എല്ലാവരോടും ഒരു കാര്യം പറയാണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ യാത്ര ചെയ്യുന്നത് യാതൊരുവിധ പാക്കേജും എടുത്തിട്ടല്ല കേട്ടോ. കഴിഞ്ഞ കുറച്ച് 2-3 മാസമായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി, കാശ്മീരിനെ പറ്റി കാര്യമായിട്ട് പഠിച്ച് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്ത് പോകാൻ താല്പര്യമുള്ളവർക്കും അല്ലാത്തവർക്കും ഈ വീഡിയോ സീരീസ് എന്തായാലും ഉപകാരപ്രദമായിരിക്കുമെന്ന് 100% ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും കൂടെ പിടിച്ചോളിട്ടോ. ഇന്നലെ രാത്രി ശ്രീനഗറിലെത്തിയതാണ് നമ്മൾ. ഒരുപാട് യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വന്നുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ദൂരയാത്രകളൊന്നും ചെയ്യുന്നില്ല. ശ്രീനഗറിലെ എല്ലാവിധ കാഴ്ചകളും കണ്ടിട്ട് നാളെ നമുക്ക് കുറച്ച് ലോങ് ആയിട്ടുള്ള യാത്രകളൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീനഗറിലെ കാഴ്ചകൾ തുടങ്ങാം. ഇത് തുടങ്ങുന്നത് ശ്രീനഗർ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ. അതുകൊണ്ട് ശ്രീനഗറിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ കണ്ട ശേഷം നമുക്ക് ബാക്കി സ്ഥലങ്ങളൊക്കെ കാണാൻ പോവാം. നമ്മൾ പോകുന്നത് ആദി ശങ്കരാചാര്യ ടെമ്പിളിലേക്കാണ്. അത് ദാൽഗേറ്റ് 1-ന്നോ 2-ന്നോ 3-ന്നോ ഒക്കെ നമുക്ക് ഓട്ടോ കിട്ടും കേട്ടോ. ഓട്ടോ കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഓട്ടോ ഓടിക്കുന്നത് ഇംതിയാസ് ഭായ് ആണ്. നല്ല രീതിയിൽ നമുക്ക് പണി തന്നിട്ടാണ് കേട്ടോ പുള്ളി നമ്മളെ കൊണ്ടുപോകുന്നത്. അതായത് പുള്ളി ആദ്യം നമ്മളോട് പറഞ്ഞത് 1000 രൂപ ഒരാൾക്ക് വരും, മോർണിംഗ് കസ്റ്റമർ ആയതുകൊണ്ട് 500 രൂപയിൽ ഒതുക്കാന്നൊക്കെയാണ്. പക്ഷേ നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടുന്ന് അതായത് ദാൽഗേറ്റ് 1-ന്നോ 2-ന്നോ ഒക്കെ ആദിശങ്കരാചാര്യ ടെമ്പിളിലേക്ക് ഏകദേശം 400 രൂപ ആവുള്ളൂ പോയി വരാൻ. അതായത് പോയിട്ട് തിരിച്ച് നമ്മളെ എത്തിക്കാൻ 400 രൂപയാണ് ഒരു നോർമൽ റേറ്റ് വാങ്ങുന്നത്. പക്ഷേ നമ്മളെടുത്ത 1000-2000 ഒക്കെ പറയും. നമ്മൾ അതിലൊന്നും വീഴരുത് കേട്ടോ. ഏകദേശം 1/2 കിലോമീറ്റർ പുറകിൽ വെച്ച് നല്ല ബ്ലോക്ക് ഇട്ടുണ്ടായി. അപ്പോൾ നമുക്ക് ഇറങ്ങി നടക്കേണ്ടി വന്നു, കുറേ വെയിറ്റ് ചെയ്തു. പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ ഓട്ടോ ഡ്രൈവർ നല്ല രീതിയിൽ എമൗണ്ട് കൂട്ടി ചോദിക്കും. ഏകദേശം 500 ടോട്ടൽ പറഞ്ഞെങ്കിൽ 300-400 ഒക്കെ ചോദിച്ചേക്കാം. പക്ഷേ നിങ്ങൾ ഒരിക്കലും അതിലൊന്നും നിൽക്കരുത്. 200 രൂപയോ അല്ലെങ്കിൽ 150 രൂപയിലോ ഒതുക്കുക. കാരണം അത്രയൊക്കെ നമ്മൾ ഓടിയിട്ടുള്ളൂ. പിന്നെ ഇത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ വെച്ചിട്ട് ഇതുപോലെ ചൂഷണം നേരിടാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ഐഡിയ പറഞ്ഞുതരാം. നമ്മൾ ഓൾറെഡി അവിടെ വന്നിട്ടുള്ളതാണെന്നുള്ളൊരു ധാരണ അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി. അതായത് നേരത്തെ ഞാൻ അവിടെ വന്നപ്പോൾ അത്ര ഇല്ലായിരുന്നല്ലോ, ഞാൻ അത്രേ തരുള്ളൂ, അന്ന് കൊടുത്തേ തരുള്ളൂ എന്ന് പറഞ്ഞ് ഏകദേശം നമുക്ക് അവിടെ ഫെയർ ആയി തോന്നുന്ന ഒരു റേറ്റ് അങ്ങ് പറഞ്ഞാൽ മതി. അവരതിൽ ഓക്കെ പറഞ്ഞോളൂ. ബാർഗെയിൻ ചെയ്യാന്നുള്ളതാണ് ഇവിടുത്തെയൊക്കെ മെയിൻ ആയിട്ടുള്ള കാര്യം കേട്ടോ. ഒരു വിഷമമുണ്ടല്ലേ ഉള്ളിൽ? സാരല്ല പോട്ടെ, നമ്മൾ എത്തിട്ടോ. ടെമ്പിള് അങ്ങനെ ഒരു 10-20 മിനിറ്റ് നടത്തത്തിന് ശേഷം നമ്മൾ മുകളിലെത്തി. 243 സ്റ്റെപ്സ് ആട്ടോ ഉള്ളത് ആകെ. നമ്മൾ ഒറ്റയടിക്ക് കയറാതെ റിലാക്സ് ചെയ്താൽ കയറിയത്. നമ്മളെ കൊണ്ട് അതേ പറ്റുള്ളൂ, കാരണം കുറേ നടന്നിട്ടാണ് വന്നത്. ഇത് അത്യാവശ്യം 1000-1100 അടി ഉയരത്തിലാണ് ഇപ്പോൾ ഈ ഒരു ക്ഷേത്രം ഉള്ളത്. അപ്പോൾ ഈ ഒരു തണുപ്പ് സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓടിക്കയറുക എന്നുള്ളത് കുറച്ച് പ്രയാസമായിരിക്കും. ശ്രീനഗറിലെ സബർവൻ പർവ്വതനിരയിൽ 1100 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഈ ശ്രീ ശങ്കരാചാര്യ ക്ഷേത്രം. ജ്യേഷ്ഠേശ്വര ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ ഒരു ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത് ശിവനാണ്. ശ്രീ ശങ്കരാചാര്യർ ഈ ഒരു ക്ഷേത്രം സന്ദർശിച്ചതിനാലാണ് ശങ്കരാചാര്യ ക്ഷേത്രം എന്ന് പേര് വന്നത്. ശ്രീനഗറിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ഒരു ക്ഷേത്രം. ശങ്കരാചാര്യർ തപസ്സിരുന്ന ആ ഒരു ഗുഹയും നമുക്ക് ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ്.
ശ്രീനഗറിലെ സബർവൻ പർവ്വതനിരയിൽ 1100 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വിശ്വാസികൾക്ക് പുറമെ ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ശ്രീനഗർ പട്ടണത്തെ ഇതിലും വിശാലമായിട്ട് വേറെ എവിടുന്നും കാണാൻ പറ്റില്ല. അതായത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ശ്രീനഗർ പട്ടണത്തിൻ്റെ ഒരു 360 ഡിഗ്രിയിൽ ഒരു 320-330 ഡിഗ്രിയും കാണാൻ കഴിയും. ബാക്കിയുള്ള ഭാഗം മല കൊണ്ട് മറഞ്ഞുകൊണ്ട് മാത്രമാണ് കാണാൻ സാധിക്കാത്തത്. അതായത് ഈ ഒരു ക്ഷേത്രത്തിനെ ചുറ്റുമ്പോൾ നമുക്ക് മൊത്തം ശ്രീനഗറിനെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ശ്രീനഗറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈറ്റ് സീയിങ് ഡെസ്റ്റിനേഷനാണ് ഈ ഒരു ക്ഷേത്രം. അപ്പോൾ നിങ്ങൾ ശ്രീനഗറിലെത്തി അടുത്ത ദിവസം സൈറ്റ് സീയിങ് ഒക്കെയാണ് വിചാരിക്കുന്നതെങ്കിൽ അടുത്ത ദിവസമോ അല്ലെങ്കിൽ ശ്രീനഗറിൽ എന്നാണോ നിങ്ങൾ കറങ്ങാൻ വിചാരിക്കുന്നത് അന്ന് നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോവുക. ശ്രീനഗർ പട്ടണം മുഴുവനായിട്ട് കണ്ട ശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോയിക്കോളൂ. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രം 8 മണി വരെ തുറക്കുമെങ്കിലും നമുക്ക് സഞ്ചാരികൾക്കൊക്കെ 4 മണി വരെ പ്രവേശനമുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 4 മണിക്ക് മാക്സിമം കയറാൻ വിധത്തിലെങ്കിലും എത്തുക. കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ അതിനുള്ള പ്രിക്കോഷനൊക്കെ എടുത്തിട്ട് തന്നെ വരിക. കുറച്ചധികം നേരം നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴാണ് നമ്മൾ നേരത്തെ തേടിക്കൊണ്ടിരുന്ന ഒരു സംഭവം കണ്ടത്. ആദി ശങ്കരാചാര്യർ തപസ് അനുഷ്ഠിച്ച ആ ഒരു ഗുഹ അത് ഇതാണ് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു നിർമ്മിതി ആട്ടോ. ക്ഷേത്രത്തിൻ്റെ മൊത്തം ഒരു നിർമ്മിതിയും പിന്നെ അതിലെയുള്ള വഴികൾ ഉണ്ടാക്കി വെച്ച രീതിയൊക്കെ നല്ല അടിപൊളിയാണ്. നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെ ഉള്ളൊരു പ്രത്യേകത. അതുമാത്രമല്ല നിലം മുഴുവൻ കരിങ്കല്ലായതുകൊണ്ട് നമ്മൾ നടക്കുമ്പോൾ തന്നെ നല്ല തണുപ്പ് കാലിന് അറിയും കേട്ടോ. തിരിച്ച് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇടത്തോട്ടൊരു വഴി കാണാം. കുറച്ച് പേര് നടക്കുന്നതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ ഒരു വഴി കണ്ടാൽ നിങ്ങൾ മിസ്സാക്കണ്ട കേട്ടോ. അതായത് നമ്മൾ മുകളിൽ നിന്ന് കണ്ട ആ വ്യൂ കുറച്ചുകൂടി ബെറ്റർ ആംഗിളിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ അറ്റത്ത് പോയാൽ. പിന്നെ ഞങ്ങളത് പോയതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റൊരു ഉപകാരം കിട്ടി. നമ്മൾ ഒരു മലയാളിയെ പരിചയപ്പെട്ടു, ഫായിസ് ബ്രോ, കണ്ണൂരിൽ നിന്നാണ്. അപ്പോൾ പുള്ളി വഴി നമുക്ക് വണ്ടി നല്ല കുറഞ്ഞ റേറ്റിന് നല്ല കണ്ടീഷൻ വണ്ടി കിട്ടുന്ന ഒരാളുടെ നമ്പർ സംഘടിപ്പിക്കാൻ പറ്റി. ഇപ്പോൾ റമീസിൻ്റെ കൂടെ കണ്ടാണ് കേട്ടോ ആള്. പേര് ഫായിസ്, കണ്ണൂർക്കാരനാണ് കേട്ടോ. അപ്പോൾ ഇതാ ശങ്കരാചാര്യ കുന്നുകൾ ഇറങ്ങി നമ്മൾ ഓൾമോസ്റ്റ് താഴെ എത്തി. ഇനിയിപ്പോൾ 1 മണിയായി, അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട്. അതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.